ഒരൊറ്റ കാര്യം സൈക്കോളജിക്കാരോടാണ്. കുറേ ആൾ മെസ്സേജ് അയച്ച് ചോദിക്കലുണ്ട് PG കഴിഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ നിംഹാൻസ് പഠിച്ചാൽ മതി, നിംഹാൻസിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണുള്ളതെന്നുള്ളത്. അപ്പോൾ PGക്ക് ശേഷം നിംഹാൻസിൽ ചെയ്യാൻ പറ്റുന്ന 11 കോഴ്സുകളുണ്ട്. ഓക്കെ, ആ 11 കോഴ്സുകളിൽ 6 നമുക്ക് PhD പ്രോഗ്രാമുകളാണ്. അഥവാ നിങ്ങൾ സൈക്കോളജി മാസ്റ്റേഴ്സിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 6 PhD പ്രോഗ്രാമുകൾക്ക് നിംഹാൻസിൽ അപ്ലൈ ചെയ്യാം. PhD ക്ലിനിക്കൽ സൈക്കോളജിക്ക് കൊടുക്കാം, PhD കൊഗ്നിറ്റീവ് സൈക്കോളജി ആൻഡ് എക്സ്പെരിമെൻ്റൽ ന്യൂറോ സയൻസ്, PhD ഇൻ്റഗ്രേറ്റീവ് മെഡിസിൻ, PhD ഇൻ മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ, PhD ഇൻ ഹിസ്റ്ററി ഓഫ് സൈക്കാട്രി, PhD ഇൻ സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഇത്ര 6 കോഴ്സുകൾക്ക് മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആളുകൾ എലിജിബിളാണ്. പിന്നെ നമ്മളെന്താണ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാനുള്ള എലിജിബിലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള മാസ്റ്റേഴ്സ് ഇൻ ക്ലിനിക്കൽ സൈക്കോളജി. ഓക്കെ, ആ കോഴ്സും ആണ് മറ്റൊന്ന്. അപ്പോൾ എത്രയായി? 6 + 1 7. പിന്നുള്ളത് 1 ഇയർ ഫെല്ലോഷിപ്പ് പ്രോഗ്രാമുകളുണ്ട്. അധികം ആളുകൾക്കൊന്നും അറിയില്ല. ഫെല്ലോഷിപ്പ് ഇൻ മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഫെല്ലോഷിപ്പ് ഇൻ സൈക്കാട്രിക് റിഹാബിലിറ്റേഷൻ, ഫെല്ലോഷിപ്പ് ഇൻ സൈക്കോ സോഷ്യൽ കെയർ ഫോർ എൽഡർലി, ഫെല്ലോഷിപ്പ് ഇൻ സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അങ്ങനെയുള്ള 1 2 3 4 കോഴ്സുകൾ. അപ്പോൾ എത്രയായി? 6 4 10 11 കോഴ്സുകൾക്ക് സൈക്കോളജി PG കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിനൊക്കെ ഫെല്ലോഷിപ്പ് സ്റ്റൈപ്പൻഡ് ഉണ്ട്. 25,000 രൂപയൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങോട്ടേക്ക് കിട്ടും. ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റൈപ്പൻഡ് ഉണ്ട്. PhD കാണുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ ഏതായാലും 8 ഏപ്രിൽ 8 ലാസ്റ്റ് ഡേറ്റ്. മറക്കണ്ട, ഇപ്പം തന്നെ അപ്ലൈ ചെയ്താൽ ഓൾ ദി ബെസ്റ്റ്.